അപ്പോ MRFന്റെയും നാഷണൽ ഫ്ലെക്സിന്റെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ദീപു എന്നാണ്. ഞാൻ MRFന്റെ OBD, അതായത് ഓഫീസർ ബിസിനസ് ഡെവലപ്മെന്റ്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും എന്നെ പരിചയമുണ്ട്. അതായത് ഞാൻ ആദ്യം എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കല്ലറയിൽ നിന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ട്രിവാൻഡ്രം ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഹാഫ് പോർഷൻ ഞാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ടും ആദ്യമായി ഇന്നിവിടെ കറക്റ്റ് സമയത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ MRFന്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ ഈ പെയിന്റർ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ നമുക്ക് ഒരു പെയിന്റർ മീറ്റ് സംഘടിപ്പിക്കാൻ നമ്മളെ ഒരുപാട് സഹായിച്ചത് നൗഷാദിക്കയാണ്. അപ്പോൾ നൗഷാദിക്കയ്ക്കും എൻ്റെ പേരിലും MRFന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും MRFന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരായിട്ട് വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ എന്നെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങളാണ് ലൈവായിട്ട് സൈറ്റുകളിൽ എല്ലാ പ്രോഡക്റ്റും ഉപയോഗിച്ച് അതിനെ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും, വുഡ്, മെറ്റൽ, അത് കഴിഞ്ഞിട്ട് വോൾ എമൽഷൻ, ഇത്രയാണ് നമ്മുടെ സെഗ്മെന്റ് വൈസ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വുഡ് ആണ് നമ്മൾ പറയുന്നത്. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വുഡ് കോട്ട്, അല്ലേ? എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇന്നും എല്ലാവരും ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലേ, വുഡ് കോട്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് അതായത് പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 3 കോട്ട് സീലർ, 2 കോട്ട് ക്ലിയർ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഗ്ലോസി ആയിരുന്നു, അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ഫിനിഷിംഗ് കൂടി വന്നു, സിൽക്കി മാറ്റ്, അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫിനിഷിംഗ് കൂടി വന്നിട്ടുണ്ട്. ഏതാണെന്ന് അറിയാമോ? ടോട്ടൽ മാറ്റ് എന്ന് പറഞ്ഞൊരു ഫിനിഷ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള എല്ലാ ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും എല്ലാവർക്കും മാറ്റ് എഫക്റ്റിൽ ഒരു പ്രത്യേക ഫിനിഷിംഗ് വേണം. അതായത് അതിന്റെ മുകളിൽ തടിയുടെ എല്ലാ ഗ്രെയിൻസ് എടുത്ത് അറിയുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഫിനിഷിംഗ് ആണ് ഈ ടോട്ടൽ മാറ്റ് എന്നുള്ള ഫിനിഷിംഗ്. അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സാധാരണ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ്, അതായത് നമ്മളിപ്പോൾ ഒരു കോട്ട് സീലർ അടിച്ചിട്ട് നോർമലി എത്ര മണിക്കൂറാണ് അതിന്റെ ഡ്രൈയിങ് ടൈം? 8 മണിക്കൂറാണ്, അല്ലേ? 8 മണിക്കൂർ ഡ്രൈയിങ് ടൈം നമ്മൾ എല്ലാവരും കൊടുക്കാറില്ലെങ്കിൽ മാക്സിമം 6 അവേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുത്ത കോട്ട് അടിക്കാറുണ്ട്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 3 കോട്ട് സീലർ, 2 കോട്ട് ക്ലിയർ ആണ്. ഒരു കാരണവശാലും നമുക്ക് നോർമലി ഒരു 2 കോട്ട് ഉറപ്പായിട്ടും ചെയ്യണം. എല്ലാവരും 2 കോട്ട് ഉറപ്പായിട്ട് ചെയ്യാറുണ്ടല്ലോ, അല്ലേ? 2 കോട്ട് സീലർ, 2 കോട്ട് ക്ലിയർ. സീലർ അടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ MRFന്റെ സീലർ ആണെങ്കിൽ നോർമലി എന്താണ്? കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയാണ്, അല്ലെ? കട്ട് ചെയ്ത് വരാനൊക്കെ നല്ല പാടാണ്. അതേപോലെ 8 മണിക്കൂർ ഉണക്ക്. അതേപോലെ തന്നെ സാധാരണപ്പെട്ട ഒരാൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരുന്നാലും ഒരു 4 ലേബർ വരെ നമുക്ക് ചെയ്ത് തീരുമ്പോഴത്തേക്ക് അവരുടെ വർക്ക്. അപ്പൊ ഇപ്പോ MRF പുതിയതായിട്ടൊരു സീലർ ഇറക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? 4H സീലർ എന്നാണ് പേര്. അതായത് 4 മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങും. സെയിം റേറ്റ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല പ്രൊഡക്റ്റില്. സെയിം പഴയ HS ഹൈ സോളിഡ് സീലർ തന്നെയാണ് ഇത്. ഇതിലെ കാറ്റലിസ്റ്റിൽ വരുത്തിയ ചെറിയ ചേഞ്ചസ് മാത്രമാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള വുഡ് കോട്ട് 4H സീലർ. അതായത് നമ്മുടെ സീലർ എന്ന് പറഞ്ഞാൽ 4:1, 4:1 ഇതിന്റെ മിക്സിംഗ് റേഷ്യോ, അല്ലെ? ഒരു 25% തിന്നർ, നമ്മൾ തിന്നർ ഫോർ ഫിനിഷ് വെച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു റോ വുഡ് എടുത്തു. റോ വുഡ് എടുത്തതിന് ശേഷം നമ്മൾ 80, 100, 120, 180, 220 വരെയുള്ള പേപ്പർ ഇട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് സീലർ അടിക്കും. അപ്പൊ ചില സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ സീലർ അടിക്കുമ്പോൾ തടിക്ക് ചിലപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവാറുണ്ട്, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് തടി കറുത്തു പോവും, അല്ലെ? അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യാറുള്ളത്? ഒരു കോട്ട് സാൻഡിങ് സീലർ അങ്ങ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇൻസുലേറ്റർ ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം സാൻഡിങ് സീലർ എന്ന് പറയുന്നത് തന്നെയാ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പണി എളുപ്പമാക്കും എന്നല്ല, നമ്മളെ കണ്ണിനൊരു കുളിർമ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ ഈ സാൻഡിങ് സീലറുള്ള ഗുണം. പക്ഷേ നമ്മൾ MRFന്റെ സീലറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വർഷങ്ങൾ കൂടുന്തോറും ഇതിന്റെ പെനിട്രേറ്റിംഗ് പവർ അകത്തോട്ട് തടിയിലോട്ട് പിടിച്ച് തടിക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ ഈ സാൻഡിങ് സീലർ നമ്മൾ ഏത് ബേസിൽ കിടക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തടി ചുരുങ്ങുകയും നൂരുകയും ചെയ്യും, അല്ലേ? ചൂട് സമയത്ത് അല്ലെ തണുക്ക് അങ്ങനെ നൂരുകയും ചെയ്യുമല്ലോ. ആ ടൈമിങ്ങിൽ ഈ സീലർ വീണ്ടും ഇൻജക്ട് ആയി അകത്തോട്ട് കയറുന്ന സമയത്ത് ഈ സാൻഡിങ് സീലർ കറക്റ്റാ പറഞ്ഞാൽ അതൊരു കീടാണു കണക്കാണ്. ആ സാധനത്തിനെ കട്ട് ചെയ്ത് വെളിയിലോട്ട് വിടുന്നതാണ്. നിങ്ങൾ ചിലപ്പോ ഈ നമ്മുടെ ഫിലിമിന്റെ കോർണറിൽ ഈ മൂലയറ്റത്തൊക്കെ ഈ ഫിലിം പൊട്ടിയിരിക്കുന്ന പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മെയിനായിട്ട് ഈ സീലർ, ഈ അടിയിലുള്ള സാൻഡിങ് സീലർ പൊട്ടി വരുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരിക്കലും സാൻഡിങ് സീലർ ഉപയോഗിക്കരുത്. അടുത്ത ഈ തടി കറക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ
എപ്പോക്സി ഐസൊലന്റ് സീലന്റ്. ബാക്കിയുള്ള ഇൻസുലേറ്റർ എന്നൊക്കെ പറയത്തില്ലേ, ആ സെയിം സാധനം തന്നെയാണ് എപ്പോക്സി ഐസൊലന്റ് സീലന്റ്. ഇതിലാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ കേട്ടാ? ഉപയോഗിച്ചാരില്ലേ? ഉപയോഗിച്ചിട്ടില്ലേ? എപ്പോക്സി ഐസൊലന്റ് സീലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മിക്സ് റേഷ്യോ 1:1 ആണ്, 2 സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന് വേറെ തിന്നർ ഒന്നും ഒഴിക്കണ്ട. നമ്മളിപ്പോ 220 പേപ്പർ ഇട്ട് നിർത്തിയതിനു ശേഷം നമ്മൾ അതിന്റെ മുകളിലോട്ട് നമ്മൾ ഈ ഐസൊലന്റ് സീലന്റ് അടിക്കുകയാണ്. അടിച്ചൊരു 5 മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം അതിന്റെ മുകളിൽ പേപ്പർ ഇടേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു തടിയുടെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് കണ്ണെല്ലാം അടഞ്ഞു കിട്ടിയോന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പൊ ഇതിനും ആ ഒരു സെയിം ഇത് തന്നെയാണ്. നമ്മൾ ഈ എപ്പോക്സി ഐസൊലന്റ് സീലന്റ് ചെയ്യുമ്പോൾ 1:1 100 ml 100 ml ആവശ്യമുള്ളത് മാത്രം ബ്രഷിന് അടിക്കുക. ഗണ്ണിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗണ്ണിന്റെ അകത്തുള്ള നോബിലിക്ക് ഇത് വിട്ടത് പെട്ടെന്ന് തടിയിലോട്ട് അടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, തടിയിലോട്ട് ഊർന്ന് പിടിക്കുന്നതായിട്ട് അറിയാൻ പറ്റും. അതിന്റെ മുകളിൽ നമ്മൾ 2 കോട്ട് സീലർ 2 കോട്ട് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാറ്റമാണ്. നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതിനും കാട്ടി ഒരു സ്വർണ്ണ ഉരുളിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല, ആ ഒരു മോൾഡിങ് ഫിനിഷാണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്ക് അറിയാൻ പറ്റും, എല്ലാ ഗ്രെയിൻസും എടുത്തറിയാൻ പറ്റും. അപ്പൊ അതിൽ വേറെ തിന്നറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹാർണർ ബേസ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മാക്സിമം 10 മിനിറ്റിൽ നമ്മൾ അത് അടിച്ചിരിക്കണം. 10 തൊട്ട് 12 മിനിറ്റ് അത് അടിച്ചിരിക്കണം. അടിച്ചില്ലെങ്കിൽ അത് ഒപ്പം തന്നെ കട്ടിയാവും. അതുകൊണ്ട് നമ്മളിപ്പോ 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ആരാരെന്ന് വെച്ചാൽ ഒരുമിച്ച് നമ്മൾ ചെയ്യണ്ട. ആവശ്യത്തിന് എടുക്കണം. 100 ml 100 ml ഹാർണർ 100 ml ബേസും ചെയ്തിട്ട് അടിക്കുക. ഒരു 5 മണിക്കൂർ ഉണങ്ങാൻ വിട്ടതിന് ശേഷം പേപ്പർ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സീലർ അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഉൾക്കൊള്ളില്ല. അപ്പൊ ഇനി കുറച്ച് ദിവസം കാലം കഴിയുന്നതോറും ഈ 4H സീലർ ആയിരിക്കും MRFന്റെ സീലറായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഹൈസോളിഡ് സീലർ മാറി ഈ 4H സീലർ എന്നുള്ളതാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ എല്ലാം കൂടി ബേസ് ഹാർഡർ മിക്സ് ചെയ്തിട്ട് ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമല്ലേ. പക്ഷെ ഈ സാധനമാണെങ്കിൽ ഇനിയുള്ള സീലർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പോകരുത്. മാക്സിമം ഇതിന്റെ പോട്ട് ലൈഫ് മിക്സ് ചെയ്താൽ ബേസും ഹാർണറോടെ മിക്സ് ചെയ്താൽ മാക്സിമം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഹാർണർ ഇത് കട്ടിയായി തുടങ്ങും. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട വേറെ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് എടുക്കുക. നമ്മളിപ്പോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് സാധാരണ ഹൈസോളിയുടെ കണി നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ പോയി തിരിച്ചു വന്ന് വീണ്ടും ഒരു കളിക്കളിക്ക് അടിക്കുമല്ലോ. പക്ഷേ ഈ 4H സീലർ ആണെങ്കിൽ ഇനി അതങ്ങനെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്താൽ മാത്രം മതി. കാണത്തില്ല, 4H സീലറിലോട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതുപോലെ ഈ സീലറിന് ഒരു മാറ്റവും ഇല്ല, പഴയ സീലറിന്റെ സെയിം ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് ഇത് വുഡ്കോട്ടിന്റെ അറിയാലോ, ഇത് വുഡ്കോട്ടിന്റെ എക്സ്റ്റീരിയർ ആണ്. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ നിങ്ങൾക്കറിയാം ചില സമയത്ത് നിങ്ങൾ കടകളിൽ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് ഷോർട്ടേജ് ഉണ്ടാവാറുണ്ട്, കമ്പനിയിൽ ഷോർട്ടേജ് ഉണ്ടാവാറുണ്ട്. നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റെയിനർ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ സ്റ്റെയിനർ തന്നെ മാക്സിമം ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. 4 കളറാണുള്ളത്: ഓക്കെല്ലോ, മഹാഗണി, തേക്ക്, വാൾനട്ട്. ഈ 4 കളറുമാണ് നമുക്ക് എക്സ്റ്റീരിയർ സ്റ്റെയിനറിലുള്ളത്. അതായത് ഇന്റീരിയർ സ്റ്റെയിനർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ സ്റ്റെയിനറും, അതായത് മഞ്ഞ ബോട്ടിൽ വരുന്ന എല്ലാ ഇന്റീരിയർ സ്റ്റെയിനറിന്റെ അകത്തും ഈ കറകള് അതേപോലെ നാച്ചുറൽ ഐറ്റംസ് ആണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കെമിക്കൽ കമ്പോണന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് UV, അതായത് എത്ര സൺലൈറ്റ് അടിച്ചാലും വലിയ ഒരു കുഴപ്പം വരാതെ കാലാകാലമായിട്ട് കിടന്നോളും. അതായത് നമ്മൾ ആദ്യം പോകുന്നത് ഈ സ്റ്റെയിനർ ആണ്. നമ്മൾ വെളിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ സൂര്യ പൊക്കി പോകണം അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്റ്റീരിയർ സ്റ്റെയിനർ തന്നെ ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊണ്ടുതരും. ഓക്കെ, ഇപ്പൊ കടയിൽ നിലവിൽ ഇപ്പോ വാൾനട്ട് മാത്രമേ എക്സ്റ്റീരിയർ സ്റ്റെയിനർ ഉള്ളൂ, ബാക്കി സ്റ്റെയിനർ ഇല്ല. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ബാക്കിയുള്ള കുറച്ച് 100 ml 200 ml ഒരു ഇരുമ്പ് ടിന്നിലാണ് വരുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ നോക്കി ചെയ്താൽ മതി. അതിന്റെ വെളിയിൽ എക്സ്റ്റീരിയർ സ്റ്റെയിനർ എഴുതിയിട്ടുണ്ട്. വിലയിൽ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നോർമൽ ഇന്റീരിയർ സ്റ്റെയിനറിനെ കാട്ടി ഒരു 100 രൂപ വരെ വില കൂടുതലാണ് എക്സ്റ്റീരിയർ സ്റ്റെയിനർ. ഓക്കെ, അതൊന്ന് നോക്കിയാൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മൾ സാധാരണ HF സീലർ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് വുഡ്കോട്ട് ഇറ്റാലിയ. ഇതെന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ആൾക്കാർ, അതായത് ഇന്റീരിയർ വർക്കൊക്കെ ഒരുപാട് വർക്ക് വരാറുണ്ട് അല്ലെ. ഇന്റീരിയർ വർക്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഹോൾസെയിൽ റേറ്റ് അല്ല, റീറ്റെയിൽ റേറ്റിൽ നിങ്ങൾക്ക് എടുത്താലും ഒരു 780 രൂപയ്ക്കകത്തെ നമ്മൾ ബൾക്ക് ബാക്ക് എടുക്കണമെങ്കിൽ ഇത് 1 ലിറ്റർ നിങ്ങൾക്ക് കോസ്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് 60 മിനിറ്റ് കഴിഞ്ഞാൽ, 4 മണിക്കൂറല്ല 120 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിന് 2 ഫിനിഷിംഗ് ആണ് വരുന്നത്, ഗ്ലോസി ആൻഡ് മാറ്റ്. ഇതിന്റെ ഗ്ലോസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നോർമൽ ഗ്ലോസി അല്ല. നമ്മളിപ്പോ ടേബിളിൽ ചെയ്യുവാണെങ്കിൽ ടേബിളിന്റെ മുകളിൽ നമ്മൾ ഈ ഗ്ലാസ്, അതായത് ഒരു ടേബിളിന്റെ മുകളിലോട്ട് നമ്മൾ ഗ്ലാസ് വെക്കില്ലേ, ആ സെയിം ഫീലിംഗ് ആയിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഗ്ലാസ്സിൽ തട്ടുമ്പോൾ പൊട്ടുമെന്ന് വിചാരിക്കില്ല, പക്ഷെ ഫിലിമൊക്കെ ഭയങ്കര സ്ട്രോങ് ഫിലിമാണ്. ഹൈ ഗ്ലോസ്, അത് സാധാ ഗ്ലോസ് അല്ല, ഹൈ ഗ്ലോസ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ഇപ്പൊ ഒരു ഇടയ്ക്ക് ഒരു ദിവസം ഒരു ചെന്നൈയിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഒരു ഹോട്ടലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ഇരിക്കുന്നതിലിരിക്കും, നമ്മൾ കറക്റ്റ് ഗ്ലാസ്സിൽ ഫേസ് കാണും പോലെ കാണാൻ പറ്റും. അത്രയ്ക്കും ഹൈ ഗ്ലോസ് ആണ്. ഫിലിം സ്ട്രെങ്തും കൂടുതലാണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ 2 ലിറ്ററിന്റെ പാക്കിൽ വിത്ത് തിന്നറാണ് വരുന്നത്. ബേസ്, ഹാർണർ, വിത്ത് തിന്നറാണ് വരുന്നത്. ടോട്ടൽ ഇതിന്റെ ഇതിപ്പോ ഇരിക്കുന്നത് സീലറാണ്. ഇതിന്റെ MRP എന്ന് പറയുമ്പോൾ 2093 നോർമലി മറ്റത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് 120 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. ഒരു ദിവസം കൊണ്ട് നമുക്ക് സീലർ കോട്ടിങ് കഴിയുകയും ചെയ്യാം. സീലർ കോട്ട് അടിച്ച് ഒരു കോട്ട് ക്ലിയർ നമുക്ക് അടിക്കാൻ പറ്റും. ഈസി സാൻഡിങ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഈസി സാൻഡിങ് എന്ന് പറയുന്നത് ബാക്കി കമ്പനി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഫില്ലിംഗ് പോലും നമുക്ക് കിട്ടൂല. പക്ഷെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പക്ക നോക്കി അറിയാൻ പറ്റും, നല്ലോണം തടിയിൽ ഫില്ലിംഗ് കിട്ടും. എല്ലാ ആൾക്കാർക്കും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ടിങ്ങിൽ തന്നെ ഒരു ഫില്ലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫീൽ വേറെയാണ് അല്ലേ. ചില സ്ഥലത്ത് തടിയിൽ എത്ര അടിച്ചാൽ ഫില്ലിംഗ് ആവില്ല. നമ്മൾ കോട്ടിങ് കൂടും തോറും മെറ്റീരിയൽ കൂടുതലായിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, കസ്റ്റമർ ആയിരുന്നാലും ഇഷ്യൂ ഉണ്ടാകാൻ കാരണമുണ്ട്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് കിട്ടും. 2 കോട്ട് സീലർ, 2 കോട്ട് ക്ലിയർ ചെയ്താൽ മതി. അതേപോലെ തന്നെ നോർമലി സിൽക്കി മാറ്റിനെയും ആയിട്ട് വേറൊരു ഫിനിഷ്, വേറൊരു മാറ്റ് ഫിനിഷ് ആണ് നമ്മളുടെ ഈ വുഡ് കോട്ട് ഇറ്റാലിയ എന്ന് പറയുന്ന ഫിനിഷിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മളുടെ 2-pack സിസ്റ്റത്തിലുള്ള വുഡ് കോട്ടുകൾ. അപ്പൊ എല്ലാവരും നോർമലി നമ്മൾ ഏത് കമ്പനിയുടെ ആയിരുന്നാലും ഒരു വീട്ടിൽ നമ്മൾ ഒരു കുറി ഇത് എഴുതി കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും MLC ഇന്ന കമ്പനി എല്ലാം ചെയ്തു എല്ലാവരും കോമൺ ആയിട്ട് പോളിഷ് ആണെങ്കിൽ സിംഗിൾ പാക്ക് ഏത് എഴുതും? സിംഗിൾ പാക്ക് ആണെങ്കിൽ എല്ലാവരും മനസ്സിൽ ഒറ്റയടിക്ക് പറഞ്ഞ വാക്കായിരിക്കില്ലേ ചിലപ്പോൾ സ്ലീക്ക് എന്ന പോലത്തെ അല്ലേ, അതായിരിക്കും നമ്മൾ സിംഗിൾ പാക്കിൽ ടർപ്പോ വെച്ച് നിങ്ങൾ ചെയ്യുന്നത്. MRF ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ലീക്ക് ആണെങ്കിൽ ഇന്റീരിയർ വേറെ എക്സ്റ്റീരിയർ വേറെ, ഇപ്പൊ രണ്ടാണ് ചെയ്യുന്നത്. MRF ആണെങ്കിൽ ഈസി വുഡ് എന്ന് പറഞ്ഞുകൊണ്ട് 2-in-1 ആണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാ ടർപ്പോ ഒഴിച്ച് അടിക്കാൻ പറ്റും, നല്ല കൂടിയ തിന്നർ ഒഴിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ തന്നെ സീലർ ഉണ്ട്. പക്ഷെ ഇത് PU സീലർ ആണ്. PU സീലർ ആയതുകൊണ്ട് നോർമലി നമ്മൾ സാൻഡിങ് സീലർ ഇട്ടതിനെ കാട്ടി PU സീലർ ആകുമ്പോൾ കുറച്ച് ഉണക്ക് കൂടുതലാണ്. അപ്പൊ കുറച്ചുകൂടി ലേറ്റ് ആവും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ സാൻഡിങ് സീലർ ഇല്ലേ, സാൻഡിങ് സീലർ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ സ്ലീക്കൊക്കെ യൂസ് ചെയ്യുന്നത് ആ സെയിം ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വുഡ് കോട്ടിന്റെ മാറ്റ് ഫിനിഷ്, നമ്മൾ തൊടുമ്പോഴത്തേക്കുള്ള ആ മാറ്റ് ഫിനിഷ് നമുക്ക് ഇതിൽ കിട്ടും. അത് നമുക്ക് എവിടെ വേണം ഞാൻ വെല്ലുവിളിച്ച് പറയാൻ പറ്റും. ഇതിന്റെ മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ഫിനിഷ് ആണ്. അത് നമ്മളുടെ PUവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ഗ്ലോസി ആയിരുന്നാലും മാറ്റ് ആയിരുന്നാലും നമ്മുടെ നോർമൽ എല്ലാ കമ്പനിയും കാട്ടി നമ്മളുടെ PUവിന് ഭയങ്കര പ്രത്യേകതയാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് MRF ഇന്നും നമ്മൾ ഈ മാർക്കറ്റിൽ ഇത്രയും പിടിച്ചിരിക്കുന്നത്. വിലയും ആ സെയിം റേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തും ടോക്കൺ ഉണ്ട്, ഇതിന്റെ പുറത്തും നമുക്ക് നോർമലി സ്കാനിങ് ഉണ്ട്. അതിൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ ഇത് ഇത്രയാണ് കേട്ടോ വുഡിന്റെ. നമ്മൾ വുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി വേറെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, വാട്ടർ ബേസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏഷ്യൻ, ബെർജർ ഇവർക്ക് മാത്രമേ ഗ്രീൻ പ്രോ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ MRF ഉള്ളതാണ് ഗ്രീൻ പ്രോ അവാർഡ്. അതായത് നമുക്ക് വാസയോഗ്യമായ പെയിന്റ് നമ്മളെ വീട്ടിന്റെ തടിക്കാനാണ് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് അല്ലേ. കാരണം നമ്മളുടെ എല്ലാ പെയിന്റ് അത് എമൽഷൻ നിങ്ങൾ യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. നോർമലി ബാക്കിയുള്ള കമ്പനിയെ കാട്ടി നമുക്ക് കെമിക്കൽ കണ്ടന്റ് കുറവാണ്. പെയിന്റ് അപ്ലൈ ചെയ്യുന്ന പെയിന്ററിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർക്കും ഒരു പ്രശ്നവും വരില്ല. അതാണ് ഈ ഗ്രീൻ പ്രോ അവാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ 3 കമ്പനിക്കാണുള്ളത്, MRF ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത്രയും നമ്മൾ വുഡ് സെഗ്മെന്റിലുള്ളത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെറ്റലാണ്. മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും ഒരു വീട് നമ്മൾ പെയിന്റ് അടിക്കും എന്താണ് ആദ്യം നോക്കുന്നത്? വീട് എത്ര, ഒരു 10 വർഷം വാറണ്ടി, അല്ലെങ്കിൽ ഒരു 8 വർഷം, 6 വർഷം, 4 വർഷം. എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് കാശ് മുടക്കാറുണ്ട് അല്ലേ. എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആദ്യം വെളിയിൽ നോക്കും ആദ്യം കാണുന്ന സാധനമാണ് ഗേറ്റ്. അതിനു വേണ്ടി എപ്പോഴും എല്ലാവരും കാണിക്കുന്ന മിസ്റ്റേക്കാണ് 150 രൂപയുടെ ഒരു ഇനാമൽ ഏതെങ്കിലും വാങ്ങിച്ച് ഒരു അടി അടിക്കും. അതും ഈ നമ്മളുടെ പാലിയാച്ചിന്റെ തലേ ദിവസമായിരിക്കും ഇത് അടി അല്ലേ. ആ സമയത്ത് ഫസ്റ്റ് കുറെ വെയിലും മഴയും അടിച്ച് പൊട്ടണ സാധനം ഈ ഗേറ്റായിരിക്കും. ആ ഗേറ്റിന്റെ വൃത്തികേട് കൊണ്ട് തന്നെ ആ വീടിന് തന്നെ ഏകദേശം ഒരു ഭംഗിക്കുറവ് കാണും. അതേപോലെ തന്നെ
എല്ലാ ദിവസവും അടച്ചും തുറന്നും കയറുന്നതാണല്ലേ, അവിടുത്തെ ഗ്രന്ഥനായിരുന്നാലും ആരായിരുന്നാലും ആ ഗേറ്റ് കാണുമ്പോൾ അയാൾക്ക് തന്നെ ഫീൽ ഉണ്ടാവും, ഇവരെന്താണ് നമ്മൾ നല്ല നേരത്തെ പറയാത്തെന്ന് വിചാരിക്കും. അയാൾ ആ കൊണ്ടുവന്ന് ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത്. നോർമലി നമ്മൾ മെറ്റലിൽ എന്ത് അപ്ലൈ ചെയ്തിരുന്നാലും നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. അതും PU കണ്ടന്റ് പോളിയൂർത്തൻ ബേസ്ഡ് ആയിട്ടുള്ള പെയിന്റുകളാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കും, കളർ പോലും ഫെയ്ഡ് ആവത്തില്ല. അത് സാറ്റിൻ ആയിരുന്നാലും മാറ്റ് ആയിരുന്നാലും ഒരു മാറ്റം അതിൽ ഉണ്ടാവില്ല. ഈ മെറ്റൽ കോട്ട് എന്നുള്ള പ്രോഡക്റ്റ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കേട്ടോ? അത് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇത് സ്പ്രേയിൽ മാത്രമേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് മൾട്ടി പർപ്പസ് ആണ്. അതായത് മെറ്റൽ, വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ, ഏത് പ്രതലത്തിലാണോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, എല്ലാത്തിന്റെയും ബേസ്, അതായത് പ്രൈമർ മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എല്ലാ ഗേറ്റും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം GA അലുമിനിയം കോട്ടിങ്ങിലാണ് വരുന്നത് അല്ലേ. അതിന്റെ മുകളിൽ ഏത് പ്രൈമർ അടിച്ചാലും അതിന്റെ മുകളിൽ നിൽക്കൂല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ പൗഡർ കോട്ടിങ് ഉള്ളതുകൊണ്ട് കുറെ ദിവസം ആദ്യം പൗഡർ പൊട്ടി വരും അല്ലേ. അങ്ങനെയുള്ള സ്ഥലത്ത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ ഈ തിന്നർ വെച്ച് തുടച്ചാലൊന്നും അങ്ങനെ വലുതായിട്ട് പോവില്ല ആ പൗഡർ കോട്ടിങ്. അത് റസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി, അത് വിൽക്കുന്നതിന് മുന്നേ അത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഓയിൽ തന്നെ മേളിൽ ചെയ്തിട്ടുള്ളത്. അത് മാറണമെങ്കിൽ നിങ്ങൾ എച്ച് പ്രൈമർ ഉണ്ട് MRF യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് അറിയായിരിക്കും നിങ്ങൾക്ക്. പണ്ടെല്ലാവരും കേട്ടിട്ട് വാഷ് പ്രൈമർ അല്ലേ, വാഷ് പ്രൈമർ. ഇത് MRF 2-pack സിസ്റ്റത്തിലുള്ള എച്ച് പ്രൈമർ ആണ്. എച്ച് പ്രൈമർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കേണ്ടതെന്ന് വെച്ചാൽ 1:1 തന്നെയാണ്, വേറെ മിക്സിംഗിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അടിച്ച് 1 മണിക്കൂറിന് ശേഷവും അരമണിക്കൂറിന് ശേഷവും 3 മണിക്കൂറിന് മുന്നേയും അതിന്റെ മുകളിൽ നമ്മൾ പ്രൈമർ അടിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ എപ്പോക്സി 2-pack, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, നമ്മളിപ്പോ യൂണിവേഴ്സൽ പ്രൈമർ ആണെങ്കിൽ യൂണിവേഴ്സൽ പ്രൈമർ, അല്ലെങ്കിൽ 230 പ്രൈമർ ആണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രൈമർ അടിക്കുന്ന വെച്ചാൽ കറക്റ്റ് ആയിട്ട് 3 മണിക്കൂറിന് മുന്നേ അതിൻ്റെ അത് അടിച്ചിരിക്കണം. എച്ച് പ്രൈമർ അടിച്ച് പിന്നെ അടിക്കാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അടിക്കാം, ഒരിക്കലും നോക്കണം. മാക്സിമം അടിച്ച് അരമണിക്കൂറിന് ശേഷവും ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിന് മുന്നേ നമ്മൾ അതിന്റെ മുകളിൽ എപ്പോക്സി 2-pack അടിച്ചിരിക്കണം. ഓക്കെ, അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എപ്പോക്സി 2-pack അടിച്ച്, ഈ എപ്പോക്സി 2-pack നോർമലി ഉണങ്ങാനുള്ള ടൈമിംഗ് എത്രയാണ് കേട്ടോ? ഒരു 6 തൊട്ട് 8 മണിക്കൂർ അല്ലേ. 6 തൊട്ട് 8 മണിക്കൂർ മാക്സിമം ചെയ്തതിനു ശേഷം ചെറുതായിട്ട് ഒന്ന് പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ മെറ്റൽ കോട്ട് അടിക്കുക. ഫസ്റ്റ് കോട്ട് നമ്മൾ ഒരു 8 മണിക്കൂർ ഉണങ്ങാൻ വിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട്. നമുക്ക് ഇതിൽ മെറ്റൽ കോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്. നിങ്ങളിത് ഇതിന്റെ ക്ലിയർ കോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ നോർമലി നമ്മളുടെ വുഡിൽ ചെയ്യുന്ന സെയിം ഇത് തന്നെയാണ് ഈ മെറ്റൽ കോട്ടിൽ. നമ്മൾ സാധാരണ ഇതിൽ ഇതൊരു ഫിലിം കാണിച്ചു. ഇത് മെറ്റൽ കോട്ടിന്റെ ഗ്ലോസി ഷെയ്ഡാണ്. ഇതിന് മുകളിൽ വേറെ ക്ലിയർ അടിച്ചിട്ടില്ല, നോർമൽ ഗ്ലോസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഇതിൽ എച്ച് പ്രൈമർ അടിച്ച് അതിന്റെ മുകളിൽ എപ്പോക്സി 2-pack അല്ലെങ്കിൽ അതിന്റെ മുകളിൽ യൂണിവേഴ്സൽ പ്രൈമറോ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു കോട്ട് അടിക്കുവാണെങ്കിൽ, ചേട്ടാ നമ്മൾ കറക്റ്റായിട്ട് കീട്ട് കട്ട് ചെയ്താൽ പോലും നമ്മൾ ഇതിന്റെ കുറ്റി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ വരുന്ന പാട് പോലും ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അനങ്ങൂല, അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ ഇവിടെ ഷാജ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ആ പള്ളിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആ സ്റ്റെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗേറ്റിൽ ചെയ്തു. എല്ലാം അത് കണ്ടറിയാൻ പറ്റും. അത് അത്ര പക്ക മാറ്റാണ് ചെയ്തത് അല്ലെ, മാറ്റ് വൈറ്റ് ആണ് ചെയ്തത്. അതിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും, വാഷ് ചെയ്യണം. അഴുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ തുടച്ചിറങ്ങാൻ പറ്റും. അതായത് ഇതിന്റെ മേളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ചേമ്പലയിൽ വെള്ളം വീണ് തെറിച്ചു പോകില്ലേ, സെയിം എഫക്റ്റ് ആണ്. വാട്ടർ റിപ്പലന്റ് ആണ്, ബട്ട് ഒരിക്കലും വെള്ളം അകത്തോട്ട് പിടിക്കൂല. അപ്പൊ നമ്മൾ സർഫസ് നല്ലോണം ക്ലീൻ ചെയ്ത് അതിന്റെ മുകളിൽ പ്രൈമർ അടിച്ച് അതിന്റെ മുകളിൽ നമ്മൾ ഈ കോട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് അടിയിൽ നിന്നുള്ള റസ്റ്റ് നമ്മൾ എപ്പോക്സി അതിനെ മാക്സിമം മാറ്റിക്കോളും, റസ്റ്റ് വരാതെ നോക്കിക്കോളും. പുറത്തുനിന്നുള്ള ചൂടും തണുപ്പും ഒന്നും നോക്കാതെ ഒരു ബ്ലാങ്കറ്റ് കണക്ക് ഈ മെറ്റൽ കോട്ട്, കറക്റ്റ് മെറ്റൽ കോട്ട് എന്നുള്ളത് കറക്റ്റ് അർത്ഥമാണ്, മെറ്റൽ കോട്ട് തന്നെയാണ്. അത് കോട്ട് പോലെ ആയിരിക്കും അകത്ത്, ഒരു കാലത്തും അതിന്റെ റസ്റ്റ് വരില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ വെൽഡ് ചെയ്യുന്ന സ്ഥലം അല്ലെ, വെൽഡ് ചെയ്യുന്ന സ്ഥലത്ത് മാക്സിമം പേപ്പർ ഇട്ട് അതിൻ്റെ ഇടയിൽ തുരുമ്പി ചെറുതായിട്ടിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. മാക്സിമം അവിടെ ഒന്ന് മാക്സിമം ഇതിട്ട് അല്ലെങ്കിൽ ഇട്ടോ അതിനൊക്കെ ചെയ്യുന്ന കാര്യമില്ലേ, മാക്സിമം പേപ്പർ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം മാത്രം പ്രൈമർ അടിച്ച് മെറ്റൽ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. പിന്നെ റേറ്റ് പറയുമ്പോഴത്തേക്ക് നോർമലി ഒരു സ്റ്റാർട്ടിങ് തന്നെ ഒരു 1100 രൂപ തൊട്ട് 1500 രൂപയുടെ വിലയുണ്ട്. ഇപ്പൊ സാധാരണപ്പെട്ട ഒരാളത് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞാൽ അവൻ പറയും, അയ്യോ വേണ്ടേ, നോർമൽ വേണ്ട, ഏതെങ്കിലും നോർമൽ ആയിട്ടുള്ള ജിനാമ വാങ്ങിച്ച് അടിച്ചാൽ മതി, ഉള്ളത് ഇങ്ങനെ തീർത്തിട്ട് പോടേന്ന് പറയും. ആ
10 വർഷം വരെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ അനുസരിച്ച് 10 വർഷം വരെ അനങ്ങൂല ഈ സാധനം, സ്ട്രോങ് ആണ്. കാരണം ഇതൊക്കെ ഇറങ്ങിയിട്ട് തന്നെ 10 വർഷത്തിൽ കൂടുതൽ അടിച്ച സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ എക്സാമ്പിൾ തന്നെ ഉണ്ട് കുറെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയും ഈ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാരും ചിലപ്പോൾ ഞെട്ടിപ്പോകും. ഈ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മെറ്റൽ കോട്ടിന്റെ മാറ്റ് ആണ്. ഈ 1200 തൊട്ട് 1500 രൂപ 1 ലിറ്റർ മുടക്കി ആൾക്കാർ അടിക്കാൻ തയ്യാറാവുന്നു. സ്പ്രേയും മെഷീന്റെ വാടകയും എല്ലാം കൊടുത്തു. ആരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേണ്ടേ ഉള്ള കൊല്ലാതെ എന്നല്ലേ പറയുള്ളൂ അല്ലേ? ഉള്ളതുകൊണ്ട് ഗേറ്റിൽ തന്നെ ആരും കാണാമുള്ളത് ഉള്ളത് വെച്ച് അടിച്ചിട്ട് പോകുന്നതല്ലേ പറയുള്ളൂ. എടാ കറക്റ്റ് പെയിന്റർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റി. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് ഒരു വേറൊരു ഒപ്പോണന്റ് ഇല്ല. കാരണം ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു സാധനം ഇല്ല. ഇത് ഡ്യൂറോത്തിൻ എന്നാണ് ഇതിന്റെ പേര്. 2-pack സിസ്റ്റം. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾ തുരുമ്പ് ഒന്നും വരില്ല. കാരണം ഇതിപ്പോ മാറ്റ് ബ്ലാക്ക് ആണ്. ഇതിന്റെ MRP നോക്കിയേ 778 ഞാൻ പറഞ്ഞത് ഇതിൽ ടിന്നിലെ വിലയാണ് 778. ഇപ്പൊ നോർമലി നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് അറിയായിരിക്കുമല്ലോ. നമ്മൾ 2 ലിറ്റർ നോർമൽ ആപ്പിൾ, നമുക്ക് ആ കമ്പനിയുടെ പേര് പറയാൻ പാടില്ല, എന്നാലും ശരി തന്നെയാണ്, എല്ലാവരും ഓടിച്ചെന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഇനാമൽ അല്ലേ. സാധാരണ അത് 2 ലിറ്ററും ഇത് 1 ലിറ്ററും മതി. നമ്മൾ ഈ ജനലിന്റെ കമ്പികൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യം തുരുമ്പിക്കും. വൈറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കറക്റ്റ് ആയിട്ട് പേപ്പർ ഇട്ടതിന് ശേഷം നോർമൽ സിംഗിൾ പാക്ക് അടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ എപ്പോക്സി സിംഗിൾ പാക്ക്, 2-pack അല്ല, സിംഗിൾ പാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ബ്രഷിന് അടിക്കാം. സ്പ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് നോക്കിയേ. ഇത് അതിന്റെ സ്റ്റേറ്റും തേക്കെന്നുള്ള ഫിനിഷാണ്. കാലിക്കറ്റൊക്കെ ഒരൊറ്റ പെയിന്റർ പോലും നോർമൽ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ ആ ഒരു സാധനം ഉപയോഗിക്കാറില്ല. MRFന്റെ PU മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നോർമലി ഇതൊക്കെ ചെയ്തിട്ട് മുകളിൽ ഗ്രെയിൻ സെറ്റ് വരച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കുട്ടിയുടെ ചെവരിലായിരുന്നാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് സാറ്റിൻ തേക്ക് എന്നുള്ള ഫിനിഷാണ്. നമുക്കിപ്പോ നോർമലി ഇതാ ഇതല്ലേ ഗ്ലോസി മാറ്റ് സാറ്റിൻ, ഇത്രയും ഫിനിഷിംഗ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇനി അടുത്ത് മാക്സിമം പോയ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം അതിൻ്റെ അകത്ത് MRFന്റെ PU ടിൻഡിങ് മെഷീൻ എല്ലാ സ്ഥലങ്ങളിലും വരാൻ പോവുകയാണ്. അതായത് ഡ്യൂറത്തിൻ ഫുസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഇനി ലോഞ്ച് ആവാൻ പോവുകയാണ്. അതിൽ നമുക്ക് 3500 അല്ല 4000 കളേഴ്സിന് മുകളിൽ ഏത് കളർ പറഞ്ഞാലും നമുക്കത് ടിൻഡ് ചെയ്യാൻ പറ്റും. ഏത് കളറായാലും നമുക്കതിൽ ടിൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ നോർമലി നിങ്ങൾ എല്ലാവരും പോയി അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ കളർ ഉണ്ടോ ഈ കളർ ഉണ്ടോ എന്ന് ചില സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടിയെന്ന് വരുന്നില്ല. ഇനി അതിനെല്ലാം ഫുള്ള് മാറാൻ പോവുകയാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ടിൻഡ് ചെയ്തെടുക്കാം. PU നമുക്ക് ടിൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ തന്നെ ക്ലിയർ കോട്ടും അവൈലബിൾ ആണ്. മാറ്റും ഉണ്ട്, ഗ്ലോസിയും ഉണ്ട്. അതൊക്കെ ഒരു 650 രൂപ നമുക്ക് അതിന്റെ ക്ലിയർ കോട്ടിന് വരുന്നുള്ളൂ. ഇതും ചെയ്തിട്ട് അതിന്റെ മുകളിൽ ക്ലിയർ കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് വളരെ ഭയങ്കര മനോഹരമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഡ്യൂറോത്തിൻ ചെയ്ത എത്ര ആൾക്കാരുണ്ടാവും. ഇത് നമുക്ക് വുഡിലും ചെയ്യാൻ പറ്റും, മെറ്റലിലും ചെയ്യാൻ പറ്റും. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഇതിപ്പോ സാറ്റിൻ തേക്കെന്നുള്ള ഫിനിഷാണ്. അപ്പൊ എല്ലാവരും തേക്കിന്റെ ഇതൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരുപാട് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ വരയ്ക്കുന്നില്ലേ, മെസ്സി സ്റ്റെയിനർ ആയിരുന്നാലും വേറെ എങ്ങനെ നോർമലി ചെയ്യുന്നത് അതുപോലെ ചെയ്തതിന് ശേഷം MRFന്റെ തന്നെ ഡ്യൂറോത്തിന്റെ ക്ലിയർ ഉണ്ട്. സാധാരണ നമ്മൾ വരച്ചിട്ട് അതിന്റെ മുകളിൽ ക്ലിയർ അടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ മാതിരി ചിത്രി പോയതുപോലെ ഇരിക്കും അല്ലെ. എന്റെ മുകളിൽ ക്ലിയർ വീഴുമ്പോഴത്തേക്കും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഗ്രേഡ്സ് കിട്ടൂല. പക്ഷെ നമ്മള് ഈ സെയിം അതായത് ഡ്യൂറോത്തിന്റെ ക്ലിയർ അടിക്കുവാണെങ്കിൽ ഇതിന്റെ ഗ്രെയിൻസ് ഒക്കെ പക്ക അടിച്ചെടുത്ത് തന്നെ ഇരിക്കും. അല്ലാതെ നമ്മൾ ഈ ചെറുതായിട്ട് കണ്ണ് മങ്ങുമ്പോഴത്തെ ആ ഒരു ഫീൽ അല്ല. കറക്റ്റ് എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു അടിയിൽ ചെയ്തിട്ടുള്ളത് ആ കറക്റ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. നോർമലി ഞാൻ പറഞ്ഞില്ലേ 2 ലിറ്റർ നോർമൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഇനാമൽ യൂസ് ചെയ്യുന്നിടത്ത് ഇതിന്റെ 1 ലിറ്റർ മതി. റേറ്റ് ഉണ്ടല്ലേ. നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിക്കോ എനിക്കറിയില്ല എന്തായിരുന്നാലും എന്റെ ഒരു അറിവ് വെച്ച് ഇല്ല എന്നാണ് എന്റെ മാറ്റ് ബ്ലാക്കിന് 778 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രഷിന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്രയ്ക്ക് നമുക്ക് ഒരുപാട് നമുക്ക് 2-pack സിസ്റ്റം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേണ്ടാന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മളുടെ തന്നെ സ്പെക്റ്റ, ഇത് PU ഇനാമലാണ്, പക്ക PU ഇനാമലാണ്. എല്ലാ കളേഴ്സും ഉണ്ട്. സാറ്റിനും ഉണ്ട്, മാറ്റ് ഇല്ല, സാറ്റിനും ഉണ്ട്, ഗ്ലോസിയും ഉണ്ട്. ഇതിന്റെ ഷേക്ക് കാർഡൊക്കെ വേണമെങ്കിൽ കടയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യത്തിന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് കേട്ടോ മെറ്റലും വുഡും. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല. നമ്മളിപ്പോ മെയിൻ ആയിട്ട് വുഡ് കോട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 മണിക്കൂർ കൊണ്ട് ഉണങ്ങുന്ന സീലറിനെ കുറിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ മെറ്റൽ കോട്ടിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ആദ്യം വന്ന് നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഗേറ്റിലുള്ള സാധനം പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പി നമ്മൾ ചെയ്യുന്ന അഴികളിലായിരുന്നാലും അത് ചെയ്യുമ്പോൾ
പിന്നെ ഒരു കാര്യം പറയട്ടെ, വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും നമ്മൾ ഈ അകത്തുള്ള അഴിയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ടിൽ കവർ ആയിരിക്കും. കവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വിളിച്ചോ. 2 കോട്ട് അടിച്ചിരിക്കണം, പക്ഷെ ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ ഒരൊറ്റ കോട്ടിൽ തന്നെ അത് കവറായി പോകും. ഓക്കെ, ഇതിന്റെ പേര് ഡ്യൂറോതെൻ എന്നാണ്. MRFന്റെ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിപ്പോ അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും. ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ച് പറയണം. നമുക്ക് 3 തരത്തിരിക്കാനാണ്. ലക്ഷറി ഉണ്ട്, പ്രീമിയം ഉണ്ട്, അത് കഴിഞ്ഞാലുള്ളത് എക്കണോമി പ്രോഡക്റ്റുകളാണ്. ഇതില് റൂക്ക ഇതാണ് ഇപ്പൊ ഏറ്റവും ലക്ഷറിയിൽ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള MRFന്റെ പ്രോഡക്റ്റ്. 10 വർഷം ഇന്റീരിയർ വാറണ്ടി ഉണ്ട്. നമുക്ക് ഇതിന്റെ ബേസ് കോട്ടായിട്ട് അക്കോ ഫ്രഷ് പ്രൈമർ ആയിരുന്നാലും അല്ലെങ്കിൽ അൾട്ടൂറ പ്രൈമർ നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ബാക്ടീരിയൽ ആണ്. ഈ കുഞ്ഞു പിള്ളേരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അവർ ഈ ചെവരിൽ പോയി അവര് നക്കുന്ന പോലെ ഒരു കുഴപ്പവും വരില്ല. കാരണം നമ്മൾ ഈ തുമ്മിയിട്ട് ചെവരിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് ഈ ബാക്ടീരിയ വീണ്ടും മൾട്ടിപ്ലൈ ആവും അല്ലെ. ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം നമുക്ക് MRFന് അക്കോ ഫ്രഷ് ഹൈജീൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഹോസ്പിറ്റലിൽ ICUലൊക്കെ അടിക്കാൻ വേണ്ടി MRFന് മാത്രമേ ആ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോർമലി സാധാരണപ്പെട്ട ഒരാൾക്ക്, ഒരു റെസിഡൻസിലുള്ള ഒരാൾക്ക് അത്രയും അത് കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ MRF അതിന്റെ കുറച്ച് കാര്യങ്ങൾ തിക്നെസ് മാത്രം കുറച്ചിട്ട് ഇറക്കിയ പ്രോഡക്റ്റ് ആണ് റൂക്ക എന്നുള്ളത്. അപ്പൊ ഇതിൽ 10 ലിറ്ററിന്റെ ബാഗ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഈ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും മാറ്റി നിർത്തിയിട്ട് ഇത് ഞാൻ 48 ലിറ്റർ കറക്റ്റ് ആയിട്ട് അളന്നെടുത്ത സ്ഥലത്ത് 48 ലിറ്റർ ആണ് ഇവർ കമ്പനി പറയുന്ന സ്ക്വയർ ഫീറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് അൾട്ടൂറ പ്രൈമർ അടിച്ച ഒരു ചവറില്, അക്കോ ഫ്രഷ് അടിച്ച ചവറില് കറക്റ്റ് ആയിട്ട് 40 ലിറ്റർ അല്ല 39 ലിറ്റർ ആയപ്പോ തന്നെ കറക്റ്റ് ആയിട്ട് അത് അടിച്ച് ഫിനിഷ് ചെയ്തു. 8 ലിറ്റർ ബാക്കി വന്നതാണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ ഏരിയയാണ്. ഇതിപ്പോ ചെയ്തിട്ടുള്ളത് ഇപ്പൊ റീസെന്റ് ചെയ്ത് അല്ലേ, അയ്യൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ആരെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതില്? ഒരു പ്രാവശ്യം എടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നോർമലി ഈ ഇതിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫെദർ, തൂവൽ, ഈ പ്രാവിന്റെ ബേണിലൊക്കെ തൊഴില്ലേ, ആ കറക്റ്റ് ഫിനിഷിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പിൾ നിങ്ങൾ പറയുന്ന സൈറ്റിൽ വന്ന് നമ്മൾ ഫ്രീ ആയിട്ട് സാമ്പിൾ അടിച്ചു തരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ അടിച്ച് നോക്കണമെന്നാണെങ്കിൽ നമുക്ക് അതിന്റെ പാക്കിംഗ് ഉണ്ട്, നമ്മൾ നിങ്ങൾക്ക് കൊണ്ട് തരാം ഫ്രീ ആയിട്ട്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഏത് പെയിന്റ് ആയിരുന്നാലും ഞാൻ പറയാമല്ലോ, നമുക്ക് ഏത് എമിഷനായിരുന്നാലും നമുക്ക് കെമിക്കൽ കണ്ടന്റ് കുറവാണ്, ലെഡ് കണ്ടന്റ് കുറവാണ്. ഉപയോഗിക്കുന്ന പെയിന്റേഴ്സിന് ഒരു പ്രശ്നവും വരില്ല. നമ്മൾ ഏത് വാൾ എമിഷൻ എടുത്താലും അത് MRFന് മാത്രമുള്ള പ്രത്യേകതയാണ്. അകത്തേക്ക് വേറെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി കെമിക്കൽ കാര്യം യൂസ് ബാക്കിയുള്ള കമ്പനി സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം MRFന്റെ ഒരു വാൾ എമിഷൻ എടുത്ത് അടിക്കുമ്പോൾ മനസ്സിലാവും അവർക്ക് അതിനകത്ത് നിന്ന് റോൾ ചെയ്യുന്ന ഒരു ഇതും ഫീലിങ്സ് ഒക്കെ മനസ്സിലാവും. ഇത് സാധാരണ നമ്മുടെ പ്രീമിയം, അതായത് ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു പ്രൈമറാണ്. ഞാൻ ഈ കമ്പനിയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഒരു ചെറിയൊരു സൈറ്റിൽ എനിക്കുണ്ടായ ഇതാണ്. ഇത് അൾട്ടൂറ പ്രൈമർ നമ്മൾ ഒരു കോട്ട് അടിച്ചു ഫുൾ അടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ അവിടുത്തെ കസ്റ്റമർ പറയാണ് പ്രൈമർ അടിച്ചപ്പോൾ തന്നെ ഫില്ലായി. കാരണം ഇതിന്റെ ഫസ്റ്റ് പ്രൈമർ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിയിടാത്ത ചെവരിൽ ഒരു ഫില്ലിംഗ് കൂടുതലാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടിയിട്ടതുപോലെ ഇരിക്കും. ഈ പ്രൈമർ അടിച്ചവർ എത്ര പേരുണ്ടാവും ഇപ്പൊ? എങ്ങനെയുണ്ട് സാധനം? ഭയങ്കര ബ്രൈറ്റ്നെസ്സുമാണ്. നമ്മൾ MLC അടിച്ചതുപോലെ ഇരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പറയുക. ഷാഫി ഈ ഏരിയയിൽ നിങ്ങളുടെ ഇടയിലുള്ള ആളാണ്. നിങ്ങൾ പറയുന്ന സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ സാമ്പിൾ നമ്മളോട് ഫ്രീ ആയിട്ട് തരും. നിങ്ങൾക്ക് അടിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാരണം കൂടി പറഞ്ഞു തരാം. ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൈമറുമാണ്. അതിന്റെ മുകളിൽ ഇപ്പോ അൾട്ടൂറ എന്നുള്ളത് എക്കണോമി റേഞ്ച് ആണ്. ഇന്ത്യൻ ചേട്ടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, നോർമലി പെയിന്റ് എടുക്കുന്നല്ലേ, ഒരു വീട്ടിലൊരു പെയിന്റർ ആണെങ്കിൽ വീട്ടിൽ കൂടെ പെയിന്റ് വെക്കുമ്പോൾ തന്നെ ഒരു കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ, എന്താണ് ചെയ്യുന്നത്, കലക്കൻ എന്താണ്, അതിൻ്റെ അത് എന്തെടുക്കുന്നതാണ് എല്ലാവർക്കും അറിയണം. അതുപോലെ തന്നെ ലാസ്റ്റ് അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെയുള്ള പറക്കി ഒരു സൈഡിലോട്ട് മാറ്റുമ്പോൾ തന്നെ അവർ തട്ടിയിട്ട് പറയും ഇത് കുറച്ച് ബാക്കിയുണ്ടല്ലോ, നീ പറഞ്ഞ അളവിനെ കാട്ടി കൂടുതലാണല്ലോ സാധനം, രണ്ടു കൊത്തു നോർമൽ ഈ സാധനമാണ്. ഇത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ 2 in 1 ആണ്. അകത്തും അടിച്ച് പുറത്തും അടിച്ച് ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് മതിലിലും അടിച്ച് ഫുള്ള് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. മതിലിൽ അടിച്ചിരുന്നാലും പക്ക ഫിനിഷിംഗിൽ നിങ്ങൾക്ക് ഇത് കിടക്കും. ഒരു കോട്ട് അടിച്ചാൽ മതി. ഇതിന് നമുക്ക് ഷൈൻ ഫിനിഷും ഉണ്ട്, മാറ്റ് ഫിനിഷും ഉണ്ട്. സെല്ലോ എന്ന് പറയാം, നമ്മുടെ എക്കോണമി റേഞ്ചിലുള്ള പ്രൈമറാണ് സെല്ലോ. ഇത് നമ്മുടെ 2500 രൂപയ്ക്ക് അകത്തേ വരത്തുള്ളൂ. ഈ പ്രൈമറിന്റെ പ്രത്യേകത അകത്തും പുറത്തും അടിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കവറേജും ഏരിയയും നമ്മൾ ഒരു 20 ലിറ്റർ അടിച്ച് ഒരു നില വീട്, നോർമലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് അകത്തുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ അകവും പുറവും അടിക്കാൻ പറ്റും. അത്രയ്ക്ക് നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും. നിങ്ങളിപ്പോ നമുക്ക് 2000 രൂപയ്ക്ക് പ്രൈമർ കിട്ടും, 1500 രൂപയ്ക്ക് പ്രൈമർ കിട്ടും. ഏറ്റവും കുറഞ്ഞ ചിലപ്പോൾ 1000 രൂപയ്ക്ക് ആണെങ്കിൽ പ്രൈമർ ഇറങ്ങുന്ന കാലഘട്ടമാണ്. പക്ഷെ ഇത് 2500 രൂപയ്ക്ക് അകത്തേ ആവുള്ളൂ. പക്ഷെ ഇത് അടിച്ചാൽ
മുതലാണ് നമ്മൾ അത്രയും ഏരിയ കിട്ടുന്ന അത്യാവശ്യം നല്ല വൈറ്റ്നെസ് ഉണ്ട് ഈ പ്രൈമറിന്. അതാണ് സെല്ലോ പ്രൈമർ. അകത്തും പുറത്തും അടിക്കാൻ പറ്റുന്ന പ്രൈമറാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമി റേഞ്ചിലുള്ള ഒരു 4000 രൂപ 4500 രൂപയ്ക്ക് അത് 2 ഫിനിഷാണ് വരുന്നത്. മാറ്റും ഉണ്ട്, നമുക്ക് ഗ്ലോസിയും ഉണ്ട്. രണ്ട് ടൈപ്പ് പെയിന്റ് ആണ്. ഇപ്പോ റോയൽ അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് അത്യാവശ്യം ഷൈനുള്ള നമ്മൾ റോയൽ അല്ലേ, റോയൽ ഇപ്പൊ അടിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഷൈൻ എടുത്ത് നമുക്ക് അകത്ത് അടിച്ചു കൊടുക്കാൻ പറ്റും. ആ ഷൈൻ ഫിനിഷും ഉണ്ട്, നല്ല ഷൈൻ ആയിട്ടുള്ള ഇതായിരിക്കും. ഇതിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല തിളക്കവുമായിരിക്കും. ഇതിപ്പോ ഏറ്റവും ആ റേഞ്ചിലുള്ള സാധനമാണ്. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരില്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ 2-3 പരസ്യങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും. അവിടെ വീടിന്റെ അകം കാണിക്കുമ്പോഴത്തേക്ക് ഈ ടിന്നായിരിക്കും അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിന്റെ പേര് വിസ ഷൈൻ എന്നാണ്. നോർമൽ ഒറ്റ നോട്ടത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവൻ പറഞ്ഞ ആ സാധനം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് കാരണം പക്ഷെ ടച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും അല്ലേ. നോർമലും കൂടിയതും കുറഞ്ഞതും തമ്മിലുള്ള ഫിനിഷിങ്ങിൽ ടച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. പക്ഷെ ഈ സാധനം ഒറ്റ നോട്ടത്തിൽ ഹൈ ക്വാളിറ്റി ലക്ഷറി ടൈപ്പിലുള്ള ഒരു എമൽഷൻ പോലെ തന്നെ ഇരിക്കുള്ളൂ. ഇതിന്റെ പേര് വിസ ഷൈൻ എന്നാണ്. ഏകദേശം 180 തൊട്ട് 200 സ്ക്വയർ ഫീറ്റ് വരെ പെർ ലിറ്ററിൽ നമുക്ക് ഇത് കിട്ടാറുണ്ട്, സിംഗിൾ കോട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സെല്ലോ എന്നുള്ള പ്രൈമർ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള എക്കണോമി റേഞ്ചിലുള്ള ഒരു പ്രൈമറാണ്. ഇതിൽ 70%, അത് 60 തൊട്ട് 70% വരെയാണ് ഇതിന്റെ അകത്ത് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു സാധനം ഒലിച്ചു വരും പോലെ തോന്നും. അത് കറക്റ്റാ പറഞ്ഞാൽ 70 ലിറ്റർ, അതായത് 70% നമ്മൾ ഒഴിച്ച് കറക്റ്റായിട്ട് കലയ്ക്കാൻ മാത്രമേ അതിലെ കാറ്റലിസ്റ്റ് എല്ലാം കറക്റ്റ് ഓൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര ഏരിയ നമ്മൾ ഫസ്റ്റ് റോളിങ്ങിൽ തന്നെ വൈറ്റ് കയറി പോകുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ സെല്ലോ ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും ഉപയോഗിക്കാതെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് സാമ്പിൾ ചെയ്ത് തരും. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ സാമ്പിൾ തരും. നിങ്ങൾക്ക് പറയണം എനിക്കത് 1 ലിറ്റർ വേണം, എനിക്കത് അടിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതും തരും. ഓക്കെ, ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ വലിയ പ്രൊജക്റ്റുകൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരും. ഇത് നമ്മുടെ ഡാം കാർഡാണ്, വാട്ടർ പ്രൂഫിംഗ്. നമ്മുടെ ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോയി. നമ്മുടെ പൊതുവെ മാർക്കറ്റിൽ പലതരം വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ സൺലൈറ്റ് ഇൻഡെക്സ് 100-ന് മേലെ 100-ന് മേലെയാണ്. ബാക്കി എല്ലാ കമ്പനി നിങ്ങളിപ്പോൾ ബെർജർ ആയാലും ഏഷ്യൻ ആയാലും ഏതിന്റെ വാട്ടർ പ്രൂഫിംഗ് എടുത്താലും അതിന്റെ സൺലൈറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം 100-ന് താഴെ ആയിരിക്കും. അതായത് 90 അതിന് താഴെ ആയിരിക്കും ബാക്കി എല്ലാത്തിന്റെയും സൺലൈറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതിന് 104 ഇതിന്റെ എന്ന് പറയാ. സൂര്യപ്രകാശം ഒട്ടും അടിക്കത്തില്ല, സൂര്യപ്രകാശം അടിക്കും അപ്പോഴേ തന്നെ റിട്ടേൺ പോകും. പിന്നെ 13 മുതൽ 15 ഡിഗ്രി വരെ ചൂട് കുറവായിരിക്കും. നമ്മുടെ ഇപ്പം മുകളിൽ ടെറസിന് വേണ്ടി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ കൂളിംഗ് ഇത്രയും കൂളിംഗ് ഇല്ലെങ്കിലും നമുക്ക് AC വെക്കാണ്ട് 2ാം നിലയിൽ ആയാലും 2 നില വീടായാലും 1 നില വീടായാലും പിന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നത് നമ്മൾ റബ്ബർ വേലെടുത്ത് ഇപ്പം വീട് വെക്കുന്നത് പല പ്ലാറ്റ്ഫോമിലൊക്കെ എവിടെയെങ്കിലും ഇടിച്ച് നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലമായിരിക്കും. ആ വെയിലടിക്കുന്ന സ്ഥലത്താണെങ്കിലും ഇപ്പൊ നോർമൽ പെയിന്റ് അടിക്കുന്നത് എന്റെ ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു വീട്ടിൽ കൊടുത്തിട്ടുള്ള അതായത് നല്ല വെയിലടിക്കുന്ന വീടാണ്. വീട് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നട്ടുച്ചയ്ക്കുന്നു അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പുറത്ത് നമ്മള് പെയിന്റ് അടിക്കുന്നതിന് പകരം ഞാൻ പറയുന്നതാണ് ഒരു ഓപ്ഷൻ പറയാം. ഇപ്പൊ പെയിന്റ് അടിക്കുന്നതിന് പകരം വാളിലും നമ്മുടെ ഭിത്തിയിലും പുറത്ത് ഔട്ട്സൈഡ് ഭിത്തിയിലും വേണമെങ്കിൽ ടോപ്പിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ വീട് കൂളാണ്. കൂളെന്ന് പറയാൻ വളരെ കൂളായിട്ട് ഒരു 20 ഡിഗ്രി താഴെ ആയിരിക്കും ആ വീട്ടിലെ ചൂട് എപ്പോഴും. അത്രയ്ക്ക് കിടിലം പ്രോഡക്റ്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്കൊരു 3-4 വർഷം 4-5 വർഷം കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജെറ്റ് വാഷ് എടുത്താലും നമുക്ക് വലിയ പവർ ഇല്ലാത്ത നമ്മുടെ സൂചി അല്ലാത്ത പവർ സ്പ്ലിറ്റ് ചെയ്ത പവറിൽ വേണമെങ്കിൽ നമ്മൾ അടിച്ച് വാഷ് ചെയ്താലും നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഇത്. പിന്നെ അത്യാവശ്യം വെള്ളം നമ്മുടെ പുറത്തായാലും ഏതെങ്കിലും വാട്ടർ പ്രൂഫിംഗ് ആയിരിക്കും നിങ്ങളടുത്ത് അടിക്കുന്നത്. വെള്ളം പിടിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഈ സാധനം പുറത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് എന്തായാലും ഈ ഫംഗസ് ഒന്നും നമ്മളെ അടിച്ചിട്ട് ഭിത്തിയിൽ നമ്മൾ അടിച്ചിട്ട് പിറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ വെള്ളം ഒരു ചില ഫംഗസ് വരും. നമ്മൾ 2 കോട്ട് അടിക്കുമ്പോഴോ 1 കോട്ട് അടിക്കുമ്പോഴോ ഭിത്തിയുടെ സൈഡിൽ കാണും ഒരുതരം ഫംഗസ് ആണ്. പക്ഷേ നമ്മൾ നല്ലോണം ഒന്ന് വേസ്റ്റ് ഇട്ടൊന്ന് ചുരണ്ടി പടഞ്ഞിട്ട് നമ്മുടെ 1 കോട്ട് ഇത് അടിച്ചിട്ട് അതിന്റെ മണ്ടേ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗസ് വരില്ല. നമ്മളിപ്പോൾ അകത്ത റൂമിന്റെ അകങ്ങളിൽ എവിടെയെങ്കിലും അടിക്കുമ്പോൾ ഈ വെള്ളം പിടിച്ച ഭാഗം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പെയിന്റ് അടിച്ച് പോകും. 2-3 ദിവസം കഴിയുമ്പോൾ ഒരു വെള്ള ഫംഗസ് വരും. ഫംഗസ് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ അടിക്കുന്നതാണ് അറിയാൻ പറ്റും. പക്ഷേ ഇത് 1 കോട്ട് അടിച്ചിട്ടാണ് അതിന്റെ മണ്ടേ നമ്മൾ പിറകെ അടിച്ചു കഴിഞ്ഞാൽ ആ ഫംഗസ് പിന്നെ വളരത്തില്ല. പിന്നെ ചൂട് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ നമുക്ക് നമ്മളെ AC ഇരിക്കുന്ന പോലെ വീടിനകത്ത് ഇരിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ അടിച്ചിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് വീടിന്റെ ടോപ്പിലെല്ലാം അടിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. അതായത് ഫസ്റ്റ് കോട്ട് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് നമ്മളെ പ്രൈമർ കോട്ടാണ് അടിക്കും. നമ്മളെ വെള്ളം ചേർത്തിട്ട് ഒരു 30% വെള്ളം ചേർത്തിട്ട് നമ്മളെ പ്രൈമർ അടിക്കുന്ന ലൂസിന് 1 കോട്ട് അടിക്കുക.
ഒരു കോട്ട് നമ്മളിപ്പോൾ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വേണമെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത കോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അടുത്ത ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ 2 കോട്ടും ഡയറക്റ്റ് ആണ് അടിക്കാവുക. അത്യാവശ്യം ഏരിയ കിട്ടും, എന്നാലും ഡയറക്റ്റ് ആണ് അടിക്കാവുക. നല്ല തിക്നെസ് ആയിട്ട് കട്ടിയുള്ള പ്രോഡക്റ്റ് ആണ്, നമ്മളെ കുഴമ്പ് പോലെ ഇരിക്കുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ 2 കോട്ട് കൂടി ഇത് അടിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ 3 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ഫിലിം അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഫിലിമാണ്. ഒരിക്കലും ഇത് പെട്ടെന്നൊന്നും പൊട്ടത്തില്ല, എത്ര വെയിലടിച്ചാലും പൊട്ടത്തില്ല, കീറത്തില്ല. വെള്ളം ഒരു 10 ബാർ വരെ ഉണ്ടല്ലേ, 10 ബാർ വരെ, അത് ഒരു മീറ്റർ വെള്ളം വരെ അതിന്റെ മണ്ടയിലെത്തിയാലും വെള്ളം അകത്തോട്ട് പിടിക്കത്തില്ല. നമ്മൾ പരസ്യത്തിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ കാണും, നമ്മൾ തോർത്തിൽ പെയിന്റ് അടിച്ചിട്ട് അതിന് വേണ്ടി വെള്ളം ഒഴിച്ചാൽ വിറ്റ് പോകത്തില്ല. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാൻ. ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്, ബാക്കിയുള്ള പ്രോഡക്റ്റിനെ കാട്ടി ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഈ സാധനം. 10 വർഷം ക്രോസ് ലിങ്കിങ്, അതായത് നമ്മൾ PU എന്നുള്ള എല്ലാം ക്രോസ് ലിങ്കിങ്, PUD എന്നുള്ള ഒരു ഇതാണ് ഇതിന്റെ അകത്തുള്ളത്. ക്രോസ് ലിങ്കിങ് എന്ന് പറയും. വില 6500 രൂപയ്ക്കകത്തേ ആവുള്ളൂ. വില നിങ്ങൾ ചെന്നാൽ മതി, 20 ലിറ്റർ 6500 ആവൂല. അതിനകത്ത് ഏറ്റവും മാക്സിമം കുറച്ച് വരും, അതിനകത്തേ ആവുള്ളൂ ഇതിന്റെ വില. അതുപോലെ തന്നെ നമ്മൾ നോർമൽ എല്ലാവരും പിന്നെയുള്ള ഒരു മെറ്റാലിക് അല്ലെ, വാട്ടർ ബേസിലുള്ള മെറ്റാലിക് പെയിന്റ് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ MRF ആദ്യം എല്ലാവരും ഉപയോഗിക്കുന്ന അറിയാലോ, MRF ഗോൾഡ് അല്ലേ, നമ്മൾ അക്രിലിക് സൂപ്പർഫൈൻ ഗോൾഡ്, കോപ്പർ എല്ലാം വേറെ ഒരു കമ്പനിക്ക് അതൊരു യൂണിക് പ്രോഡക്റ്റ് ആണ് അല്ലെ MRF. എല്ലാവരും ഗോൾഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓടി പേര് MRF ഗോൾഡ് എന്ന് എടുക്കുള്ളൂ. അതിന് പേര് അക്രിലിക് സൂപ്പർഫൈൻ എന്നൊന്നും ആർക്കും പറയാറില്ല, എല്ലാവരും പറയും MRF ഗോൾഡ് അല്ലേ. അതുപോലെ തന്നെയാണ് MRF വാട്ടർ ബേസിലുള്ള മെറ്റാലിക് പെയിന്റ് ആണ് അൾട്ടോറ മെറ്റാലിക്. ഏതെങ്കിലും ഒരു കമ്പനി അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഓയിൽ ബേസിലുള്ള ഒരു പെയിന്റ് ഉണ്ട്, MRF ഗോൾഡ് അല്ലെ, തിന്നർ ബേസാണ്. ഇതുപോലെ വാട്ടർ ബേസിൽ അതിനെക്കാട്ടി കുറച്ചിറക്കുമെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത്രയും കിടിലം പ്രോഡക്റ്റ് ആണ് ഈ സാധനം. നമ്മളെ മറ്റേ ഗോൾഡ് അടിക്കുമ്പോൾ തന്നെയാണ് ഇത്. ഒരു 30% വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ചെയ്യുക, ഉപയോഗിച്ച എല്ലാ ആൾക്കാർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതുപോലെ 100 ml, 200 ml, 500 ml, 1 ലിറ്റർ, ഇതാണ് ഇതിന്റെ പാക്ക് സൈസ്. കടയിൽ പോയാലും കിട്ടുന്നത് 100 ml വേണമെന്നുണ്ടെങ്കിൽ കടയിൽ ചെന്ന് പറഞ്ഞാൽ ഇതിന് 100 ml വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു 100 ml വാങ്ങിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വില ഇതിന്റെ വില ഇതിപ്പോ 950 ആണ് വില വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മളിപ്പോ നോർമലി എല്ലാ MRF എല്ലാം ഡ്രൈ, അത് ഉണങ്ങാനുള്ള സമയം എല്ലാവരും പറയുന്നത് 8 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഒരുപാട് നേരം കൂടുതലാണ് അല്ലെ. MRF ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർജ് സിൽവർ പോലെ തന്നെയാണ് MRF പുതിയതായിട്ട് ഇറക്കിയ പ്രൈമറാണ് 230 പ്രൈമർ. ഇതിന്റെ പേര് പോലെ തന്നെയാണ് 2.5 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഉണങ്ങും. നമ്മൾ ഈ യൂണിവേഴ്സൽ പ്രൈമർ, MRF യൂണിവേഴ്സൽ പ്രൈമർ ഉപയോഗിച്ച ആൾക്കാരുണ്ടോ? യൂണിവേഴ്സൽ പ്രൈമർ അടിച്ചിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്ന യൂണിവേഴ്സൽ പ്രൈമർ ഇപ്പോഴുണ്ടത് സെയിം സാധനം തന്നെയാണ്. അതിനെയും കാട്ടി കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് ഞാനൊരു കൊടിമരം അറിയില്ല, കടലിന്റെ കരയിലുള്ള ഒരു കൊടിമരം, അതിൽ നമ്മൾ ഇത് ചെയ്തായിരുന്നു. അതിന്റെ മുകളിൽ കോപ്പറും ചെയ്തായിരുന്നു. അവർ സാധാരണ പറയുന്നത് ഈ ഉത്സവ സമയത്ത് ചെയ്യുമ്പോൾ കൂടിപ്പിക്കഴിഞ്ഞാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസമാണ് അത് കിടക്കുക. അത് കഴിയുമ്പോൾ വീണ്ടും അത് അകത്തുനിന്ന് തന്നെ അത് തുരുമ്പടിച്ച് വരാറുണ്ട്. പക്ഷെ ഇത്രയും ദിവസം ഒരു 4 മാസമായിട്ടും ഇതുവരെയ്ക്കും ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഈ പ്രൈമർ പക്കാ സാധനമാണ്. ഇത് നമുക്ക് കാറിന്റെ പടവ് കൊടുത്തിട്ടുണ്ട്. നോർമലി ഇതൊരു ഓട്ടോമോട്ടീവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്നർ ഫോർ ഫിനിഷ് ആണ് ഇത് ഒഴിക്കേണ്ടത്. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രൈമർ അടിച്ച് ഒരു കോട്ട് ടോപ്പ് കോട്ടും അടിക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ നമ്മൾ നോർമലി ഇതൊരു പെയിന്റർ മീറ്റ് ആണ് അല്ലെ. പെയിന്റർ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളിങ്ങനെ പറയും, അത് ആനയ്ക്കൊരു നെറ്റിപ്പട്ടം പോലെ കണക്കല്ലേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി മെയിൻ ആയിട്ടും എല്ലാവർക്കും MRF പരസ്യം നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. കമ്പനി എന്നും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പെയിന്റർ ത്രൂ, അത് പെയിന്റർമാർക്ക് മാക്സിമം ബെനിഫിറ്റ് കൊടുക്കുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കിലെടുത്തൊക്കെ ആയിരുന്നു അല്ലെ, ആ സമയത്തുള്ളത് പോലെ അല്ല. ടെക്നോളജി മാറിയപ്പോൾ ഇപ്പൊ കമ്പനി ഒരുപാട് ചേഞ്ച് ആയി. ഇപ്പൊ നിങ്ങളെ കയ്യിലിരിക്കുന്നത് തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MRF ഞാൻ ഇപ്പൊ ഒരു 2.5-3 വർഷമായിട്ടുണ്ട്. അതിലൊരു 6 മാസം 8 മാസം വരെ ഞാൻ ഇവിടെ ഈ കല്ലറയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. ആ ടൈം തൊട്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഒരു കോൾ എടുത്തില്ലെങ്കിൽ വൈകുന്നേരം എന്നെ വിളിച്ച് ചോദിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ തമ്മിലൊരു ബന്ധമാണ്. അപ്പൊ ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം, എല്ലാ പേർക്കും ആപ്പാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ എക്സിക്യൂട്ടീവ്സിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ MRF പരിവാർ ഒരു ആപ്പ് ഉണ്ട്. MRF പരിവാർ എന്നാണ് എന്റെ പേര്. 1 ലക്ഷം പോയിന്റ് അതിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ചില കമ്പനികൾ പറയല്ലോ 1 ലക്ഷം പോയിന്റ് ആവണം, അത് 30 ദിവസത്തിന്റെ അകത്താവണം, അല്ലെങ്കിൽ 15 ദിവസത്തിന്റെ അകത്താവണം. അങ്ങനെയൊന്നുമില്ല. നമ്മള് MRF കമ്പനി ആണെങ്കിൽ ഇതായിരിക്കുന്ന ഫുഡ് 1 ലിറ്ററിന് 75 രൂപ കൊടുക്കുന്നുണ്ട്. ഇനി അത് മാക്സിമം ഉറപ്പായിട്ടും ഒരു 6 മാസത്തിന്റെ അകത്ത്, ആ റേറ്റ് ഞാൻ പറയുന്നില്ല, അതിലോട്ട് അപ്ഗ്രേഡ് ആവാൻ പോവുകയാണ്.
ഈ 75 രൂപ നിങ്ങൾ ഇന്ന് എടുത്തോ അല്ലെങ്കിൽ നാളെ എടുത്തോ. ഇപ്പൊ സ്കാൻ ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു 150 രൂപ 200 രൂപ ഒരു 300 രൂപ അതിന് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്താൽ 1 2 3 4 5 എന്ന് അടിക്കുന്നതിന് മുന്നേ നിങ്ങൾ അക്കൗണ്ടിൽ ആ പൈസ കയറും. അതിന് വേറെ ആരെ അപ്രൂവൽ ഒന്നും വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള കാശാണ് ഈ സാധനം. ഇത് സ്കാൻ ചെയ്യാന്ന് മാത്രമേ നിങ്ങളുടെ ജോലിയുള്ളൂ. ഇത് സ്കാൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു 5 വർഷം ഉപയോഗിക്കാതെ ഇട്ടിരുന്നാലും ഈ പൈസ അവിടെ തന്നെ കാണും. അത് കമ്പനി ഗ്യാരണ്ടിയാണ്. വേറെ ആർക്കും ഇതിനെ ഹാക്ക് ചെയ്തിട്ടോ അതിൽ നിന്ന് എടുക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങൾ വിഡ്രോ ചെയ്താൽ അതിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ആവും. നിങ്ങളിപ്പോ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോ ഒരു ഇന്ന് നമ്മൾ സ്കാൻ ചെയ്തു, നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൽ ചിലപ്പോൾ ഗൾഫിലൊക്കെ പോകാറുണ്ട്. പോയിട്ട് തിരിച്ചു വന്നിരുന്ന് ഇത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് തന്നെ കാണാം എമൗണ്ട്. ബാങ്കിൽ ഇടും പോലെ തന്നെയാണ്. അത്യാവശ്യം ഞാൻ എല്ലായിടത്തും പറയുന്നത് വെച്ചാൽ ചേട്ടാ, നിങ്ങൾ അത്യാവശ്യത്തിന് ഒരു 100-200 രൂപ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈവൻ ടിന്നർ, നമ്മൾ എടുക്കുന്ന എല്ലാ ടിന്നർ അടക്കം എല്ലാത്തിലും സ്കാനിങ് ഉണ്ട്, അതിൽ എമൗണ്ട് ഉണ്ട്. 5 രൂപ വെച്ച് ടിന്നറും ഉണ്ട്. ഏത് ടിന്നർ ഉണ്ടെങ്കിലും ചുമ്മാ സ്കാൻ ചെയ്ത് അങ്ങ് പോവുക. നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങൾ അങ്ങ് എടുത്ത് സ്കാൻ ചെയ്യുക. അതൊരു സേവിങ്സ് ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ വെച്ച് കയറി പോകും. അതായത് യൂറോപ്പിനൊക്കെ ഇപ്പൊ എമൗണ്ട് മാറ്റിയിട്ടുണ്ട്. 40 രൂപയാണ് സ്കാനിങ്ങിൽ എമൗണ്ട്. ഇത് 2 pack ആണ്. ഇത് 2 ലിറ്റർ ആണ്. ഇത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും 1 ലിറ്ററിന്റെ എമൗണ്ട് അല്ല, 2 ലിറ്ററിന്റെ എമൗണ്ട് ആണ് കയറുന്നത്. വിത്ത് തിന്നറും ഉണ്ട് അതിന്റെ അകത്ത്. എല്ലാത്തിലും സ്കാനർ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോ കാണിക്കുന്ന ഒരു സ്ലൈഡ് ഉണ്ട്. ഇത് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ അയച്ചു തരും. ഇതുപോലത്തെ ഒരു സ്കീം വേറെ ഏതെങ്കിലും കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്കീം വിഡ്രോ ചെയ്യും, ഉറപ്പായിട്ടും. അത്രയ്ക്കും വെറും 10 ലിറ്റർ ആണ്. 10 ലിറ്റർ ഇനാമിൽ എടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ അല്ലോ ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ സിംഗിൾ പാക്ക് ഞാൻ പറഞ്ഞില്ലേ, പി യു ഇനാമൽ ആയിട്ടുള്ള സിംഗിൾ പാക്ക് സ്പെക്ടയാണ്. ഇത് വെറും 10 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡായിട്ട് 100 രൂപ കിട്ടും. അത് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി 14 തീയതി തൊട്ട്, അതായത് ഇന്ന് തൊട്ട് 15 ഏപ്രിൽ, മാർച്ച് ഏപ്രിൽ 2 മാസം ടൈമുണ്ട്. അതിന്റെ അകത്ത് നമ്മൾ നോർമൽ ഇതാ വെറും 10 ലിറ്റർ ഈ ഒരു 2 മാസത്തിനകത്ത് 10 ലിറ്റർ ഇനാമൽ അടിക്കാത്ത ആരുമില്ല. ഇത് നോർമൽ സ്കാനിങ് എമൗണ്ടിന്റെ മേലെയുള്ള എമൗണ്ട് ആണ് ഈ 100 രൂപ റിവാർഡ്. ഇത് ഈ 15-ാം തീയതി ഏപ്രിലിന് ശേഷം നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് തന്നെയാണ് അക്കൗണ്ടിലോട്ട് കയറണം. അത് ഉടനെ തന്നെ വിഡ്രോ ചെയ്യണമെന്നില്ല. ഞാൻ പറയില്ല, സേവിങ്സ് ആയിട്ട് അവിടെ ഇട്ടിക്കുക. ഒരു സമയത്ത് നമുക്ക് ഒരു കാശില്ല, ചില സമയത്ത് രാത്രിയൊക്കെ ഇരിക്കുന്ന സമയത്തില്ലേ, വിഡ്രോ ചെയ്യുക, പോവുക, നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കുക. ഒരു സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ഞാൻ പറയും എല്ലാവരും പറയുന്നില്ല, ചേട്ടന്മാർ ഇത് ചെയ്യും, സേവിങ്സ് ആയിട്ട് ഇട്ടിക്ക്. ചുമ്മാ 5 നമ്മൾ ഈ സിംഗിൾ പാക്ക് അടിക്കാത്ത ആരുമില്ല, സിംഗ്രോമേറ്റ് അടിക്കാത്ത ആരുമില്ല. സിംഗ്രോമേറ്റിലും ഉണ്ട്, എല്ലാ തിന്നറിലും 11-10 ഏത് തിന്നറിലും MRFന്റെ സാധനം ഉണ്ടോ, ഈ സ്കാനിങ് ഉണ്ട്, അതെല്ലാം സ്കാനറാണ്. എല്ലാം സ്കാൻ ചെയ്യാം. എച്ച് പ്രൈമർ ആയിരുന്നാലും ഇതായിരിക്കുന്ന ഞാൻ പറയില്ലേ ഈസി വുഡ്, സ്ലീക്ക്, MRFന്റെ സ്ലീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ടോ പേര്. ഇതിൽ ഈസി വുഡ് എന്ന പേര് പെട്ടെന്ന് ഓർമ്മ വരില്ല. ഇതിന്റെ അകത്തും കിടപ്പുണ്ട് 10 രൂപയുടെ ടോക്കൺ. സ്കാനിങ്ങിലും ഉണ്ട് എമൗണ്ട്. ഇപ്പൊ സ്കീം ഞാൻ കാണിച്ചത് നിങ്ങൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇത് ടൈം കാർഡ് ക്ലിയർ. നമ്മൾ നോർമലി ടൈം കാർഡ് ക്ലിയർ ഒന്നും ഇന്നവരെ ആർക്കും സ്കീം കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല. ഞാൻ വന്നതിന് ശേഷം ടൈം കാർഡ് ക്ലിയറിനൊക്കെയുള്ള ആദ്യത്തെ സ്കീമാണിത്. വെറും 10 ലിറ്ററിന് തന്നെ നമുക്ക് 200 രൂപയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 20 ലിറ്റർ ആകുമ്പോഴത്തേക്കും വീണ്ടും 280 ആവും. എല്ലാം കൂടി ടോട്ടൽ 450 രൂപ കിട്ടുകയാണ്. ആ എമൗണ്ട് ഒക്കെ ടൈം കാർഡ് ക്ലിയർ ഒക്കെ പണ്ടേ ഉള്ള സാധനമാണ്. എല്ലാവരും അടിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നവർ അതിൽ നിന്ന് ഒരു എമൗണ്ട് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, എല്ലാവരുടെ മൊബൈലിലും ഇത് നാളെ ഷാഫി അയച്ചു തരും. എല്ലാവരുടെ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. ഇൻ കേസ് ആരെങ്കിലും മൊബൈലിൽ സാധാരണ മൊബൈലാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് തരാം. ഈ സ്കീം ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി നോക്കട്ടാ. നമ്മള് എല്ലാ കമ്പനിയും പോലെ ലക്ഷറി 1000 ലിറ്റർ എടുക്കുക അല്ലെങ്കിൽ 500 ലിറ്റർ എടുക്കുക. അത് ഒരു വർഷത്തിനകത്ത് എടുക്കണം, ഇല്ലെങ്കിൽ പോയിന്റ് ഫുൾ നശിക്കും. അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറയില്ല, സേവിങ്സ് അത് തന്നെയാണ് സാധനം. ഇപ്പൊ സെമീൻ എന്നുള്ള പ്രോഡക്റ്റ് വെറും 10 ലിറ്ററിന് 250 റിവാർഡാണ്. ഇപ്പൊ റീസെന്റ് ഷാഫി അല്ലേ സ്കാൻ ചെയ്തത് ഇതല്ലേ, സോറി 14-ാം തീയതി തൊട്ടാണ്. ഓക്കെ, 14-ാം തീയതി തൊട്ട് ഫെബ്രുവരി തൊട്ട് 15-ാം തീയതി വരെ. അപ്പൊ ഇനിയും ഉണ്ട് കേട്ടാ. വെറും 10 ലിറ്ററാണ്. നോർമൽ അല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനം. അല്ല, സെല്ലോ ഏറ്റവും കുറഞ്ഞ പ്രൈമറാണ് അല്ലെ. എക്കണോമി കുറഞ്ഞ പ്രൈമർ എന്ന് പറയാൻ പറ്റില്ല, എക്കണോമി എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അത്ര ലോക്കൽ സാധനമല്ല. അതേപോലെ 80 ലിറ്റർ എടുത്ത് കഴിഞ്ഞാൽ കേട്ടില്ലേ, 280 രൂപ ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ് മാത്രം 280 രൂപ. അതിനകത്ത് ടോക്കണും ഉണ്ട്. ടോക്കൺ ഇപ്പം ഇതിന് മുന്നേ അതിനകത്ത് 25 രൂപ ടോക്കൺ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വിളിക്കുന്ന എല്ലാവരും എടുത്ത എല്ലാവരും അല്ലേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ മാറിയിട്ടുണ്ട്. സാധനം 75 രൂപ ആക്കിയിട്ടുണ്ട്. അതുപോലെ 20 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 60 രൂപ അഡീഷണൽ കിട്ടും. നോർമൽ സ്കാനിങ്ങിന്റെ മുകളിൽ 60 രൂപ കിട്ടും. അത് വെറും 20 ലിറ്ററിലാണ്. അത് 80 ലിറ്റർ ആയി കഴിഞ്ഞാൽ 280 ടോട്ടൽ റിവാർഡ്. ഓക്കെ,
അതുപോലെ ഇത് ഡാം ഡിഫൻസ് എന്നുള്ള ഇന്റീരിയർ പ്രൈമർ ആണ്. ഇത് ഇനി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ 20 ലിറ്ററിന്റെ ബാക്ക് സൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന്റെ കറക്റ്റ് ക്ലാസ് ഒന്നും എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ഡാം ഡിഫൻസ് എന്ന് പറയാത്തത്. അതായത് നമ്മളുടെ ഏഷ്യന്റെ ഒരു ഇതുണ്ടല്ലോ വാട്ടർ പ്രൂഫ് പ്രൈമർ, ഇന്റീരിയർ ഇന്റീരിയർ ഡാം പ്രൂഫ് എന്ന് പറഞ്ഞ പ്രൈമർ ഇല്ലേ, ആ സെയിം സാധനം തന്നെയാണ് MRFന്റെ പുതിയതായിട്ടുള്ള ഡാം ഡിഫൻസ് എന്നുള്ളത്. ഓക്കെ, ഇതിനും സ്കാനിങ്ങിലുണ്ട്. അതുപോലെ അൾട്ടൂറ പ്രൈമർ, പ്രൈമർ നടക്കമുള്ളതില് 180 രൂപ. വെറും എല്ലാ സ്ലാബുകളിലെ 20 ലിറ്റർ ആണ് സ്ലാബ്. ഒരു ടിന്നിന് മാത്രം, ഒരു ടിന്നിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 80 രൂപ. എല്ലാ സ്കാനിങ്ങിന് പുറമെയാണ്. അതിന്റെ അകത്ത് ടോക്കണും കിടപ്പുണ്ട്, അതിനും പുറമെയുള്ള എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് 2 മാസം സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ എങ്ങനെ വരുന്നാലും ഒരു 20 ലിറ്റർ ചുമ്മാ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അക്കോ ഫ്രഷ് വാൾ പ്രൈമർ ആയിരുന്നാലും ഡാം ഗാർഡ് ആയിരുന്നാലും വിസ സാധാരണ ഏറ്റവും എക്കണോമിക് പ്രോഡക്റ്റ് തൊട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് സ്കാനിങ്ങിലെ റിവാർഡിന് പുറമെയാണ് എഴുതി ഇൻസ്റ്റന്റ് DBT റിവാർഡ് ഓൺ സ്കാൻ ചെയ്താൽ മാത്രമേ ഇതുള്ളൂ. ഓക്കെ, സ്കാൻ ചെയ്യുക. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന എമൗണ്ട്, ആ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് അപ്പം വിഡ്രോ ചെയ്യാം. അത് കഴിഞ്ഞാൽ 15 ഏപ്രിലിന് ശേഷം ഈ അഡീഷണൽ എമൗണ്ട് നിങ്ങൾ അക്കൗണ്ട് ഈ ആപ്പിലോട്ട് കയറും. അതിന് നിങ്ങൾ സാധാരണ വിഡ്രോ ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പൊ തന്നെ ഇപ്പൊ കഴിഞ്ഞ മാസത്തെ ഒരു സ്കീമിന്റെ എമൗണ്ട് ഒരുപാട് ആൾക്കാർക്ക് കയറിയിട്ടുണ്ട്. സ്കാൻ ചെയ്ത എല്ലാ ആൾക്കാർക്കും കയറിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കണം. സിനോചേട്ടന് കയറിയിട്ടില്ലേ? അഡീഷണൽ റിവാർഡ് കയറിയിട്ടുണ്ട്, നോക്കിയായിരുന്നോ? ശ്രദ്ധിക്കില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചത് എടുത്തോണം. അതായത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കില്ല. അത് റൂക്ക ഒരു 10 ലിറ്റർ, വെറും ഇതായിരിക്കുന്ന 10 ലിറ്റർ ഇന്റീരിയർ. ഞാൻ പറഞ്ഞില്ലേ, റോയലിനെ കാട്ടി കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഏരിയ നിങ്ങൾക്ക് ഒരുപാട് 20 ലിറ്റർ അടിച്ചാൽ നമ്മൾ വേറെ 20 ലിറ്റർ എടുക്കുന്നത് ഇത് 10 ലിറ്റർ എടുക്കുന്നത് ഏകദേശം ഒരേപോലെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ റൂക്ക 10 ലിറ്റർ എടുക്കുന്ന ആൾക്ക് 200 രൂപ അഡീഷണൽ ഉണ്ട്. നോർമലി സ്കാനിങ്ങിൽ എമൗണ്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് ടോക്കണും കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കേട്ടാ ഇപ്പോഴത്തെ നിലവിലെ സ്കീം എന്ന് പറഞ്ഞതാണ്. ഇതിന്റെ പുറമെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞിട്ട് ഈ സ്കീമിനെ കുറിച്ച് എന്താണ് കേട്ടോ അഭിപ്രായം? നിങ്ങൾ കണ്ടില്ല എന്തെങ്കിലും നല്ലൊരു ആപ്പും ഒരു പെയിന്റർമാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കമ്പനിയല്ലേ MRF? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം CEO ബിജോയ് മാമ ആയ പുള്ളിക്കാരൻ വരെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്യം ചെയ്ത് ചുമ്മാ അവർക്ക് ആൾക്കാർ കണ്ട് കളയുന്ന കാട്ടി ഇത് പെയിന്റർമാർക്ക് കൊടുക്കുക. അവരാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത്രയും ഹൈപ്പിൽ എത്തിച്ചത് അല്ലേ? എല്ലാ സാധനങ്ങളും ഗുഡ് കോട്ട് ആയിരുന്നാലും എല്ലാവരും ഓർഡർ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം അവരാണ്. അപ്പൊ അവർക്ക് മാക്സിമം സ്കീം കൊടുക്കുക. 50 ലിറ്റർ 100 ലിറ്റർ എന്നുള്ള വെറും 10 ലിറ്റർ എടുക്കുന്ന ആൾക്കാർക്ക് 20 ലിറ്റർ എടുക്കുന്ന ആൾക്കാർക്കും സ്കീം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ, കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവാർഡിന് പുറമെ, അതായത് 80 ലിറ്റർ എടുക്കുമ്പോഴത്തേക്കും ഒരു അയൺ ബോക്സ്, 40 ലിറ്റർ എക്സ്റ്റീരിയർ എടുക്കുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ബാത്ത് ടവല്, അങ്ങനെ ഒരു ഹെൽമെറ്റ്. ഇനി അടുത്ത് വരാൻ പോകുന്ന വെച്ചാൽ മൂവി വൗച്ചർ, പെട്രോൾ വൗച്ചർ. അതായത് നിങ്ങൾ MNC എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ടോക്കൺ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. അതിന്റെ സ്കാൻ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് അപ്പം എടുക്കാം. അതിന് പുറമെ 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് റിവാർഡും വരും. ഈ പ്ലാൻ എടുത്തുകൊണ്ട് പോണ സമയത്തുള്ള പെട്രോൾ എമൗണ്ടും നമ്മൾ തരും. അതാണ് പെട്രോൾ സ്കീം വരും. ഇത് ഉടനെ തന്നെ വരുന്നുണ്ട്. എമൗണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ അയച്ചു തരും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കേട്ടോ? ഒരുപാട് സമയമായതുപോലെ തോന്നുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കീമിൽ ഞാൻ പറയില്ലേ, ഈ വന്ന എല്ലാവരുടെ വാട്സാപ്പിൽ നമ്മൾ ഈ സാധനം അയച്ചു തരും. നോർമലി നോക്കിയാൽ ഒരു 10-ന് നേരെ കിടക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെയിം ടൈമിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ അകത്ത് ഞാൻ ഉണ്ട്. എന്റെ പേഴ്സണൽ നമ്പറാണ് ആ ഗ്രൂപ്പിലുള്ളത്. ഇവിടുത്തെ നാഷണൽ കളർ എന്നുള്ള ഷോപ്പിൽ കിടക്കുന്ന എന്റെ പേഴ്സണൽ നമ്പറാണ്. ഇപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ നമ്പറോട് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. എന്ത് ഡൗട്ട് ആണോ എപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ചില സമയങ്ങളിൽ ഈ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഇതിന്റെ മുകളിലുള്ള ഈ സ്കാനറില്ലേ, അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പെയിന്റ് എടുത്തിട്ടോ വല്ല സ്കാൻ ആവാതെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇതാ ഈ സാധനമല്ലേ, ഇത് പക്കായിട്ട് ഫോട്ടോ എടുക്കുക. ഇവിടെ ഒരു കോഡുണ്ട്, എനിക്ക് ഈ കോഡാണ് വേണ്ടത്. പലപ്പോഴും ഈ പല കോഡുകൾ അതിനകത്ത് കാണാറില്ല അയച്ചു തരുമ്പോഴത്തേക്ക്. അതും ഈ ബാച്ച് നമ്പറും ഇത്രയും വെച്ച് എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് എന്റെ താഴെ ഒരു മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ മാനുവലായിട്ടല്ല, ഞാനല്ല ചെയ്യുന്നത്, അവിടെ വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിപ്പം വേറെ ആരെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് കമ്പനിക്ക് ബോധ്യമായ അവരെ തന്നെ ആ എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കയറി തരും. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങളാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശമാണ്. ഓക്കെ, ഇത് കമ്പനി ചുമ്മാ തരണമെന്നല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നമ്മളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എന്റെ എല്ലാ നല്ലവരായ പെയിന്റർ സുഹൃത്തുക്കൾക്കും എന്റെ സ്വന്തം ചേട്ടന്മാർക്കും
എല്ലാവർക്കും MRF ഒരുപാട് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും എന്റെ പേരിലും MRF പേരിലും ഞാൻ നന്ദി പറയുന്നു. ഇന്നിപ്പോ ഇതിലിരിക്കുന്ന ഒരാള് കടയിൽ വന്നപ്പോഴത്തേക്ക് എന്നോട് അയ്യോ ഞാനിപ്പോ സാധനം എടുക്കാൻ വരാത്തത് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു കടയിൽ നിന്നാണ് സാധനം എടുത്തിട്ട് പോണത്, കസ്റ്റമർ വന്ന് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ കാര്യം അറിയോ, നിങ്ങൾ എവിടെ നിന്നാ സാധനം എടുക്കുക, നിങ്ങൾ ആ സാധനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ചില പുള്ളി പറഞ്ഞ അവകാശങ്ങളുണ്ട്. ഈ സാധനം സ്കാൻ ചെയ്താൽ ഇതിന് കിട്ടൂലേ, നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും ശരിയാണ് നിങ്ങൾക്ക് ആ പൈസ കിട്ടും, പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പോയിന്റുകളൊക്കെ ആഡ് ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാ സാധനം എടുത്താലും ശരി തന്നെ ഈ കിട്ടുന്നതെന്ന് നിങ്ങൾ വെറുതെ കീറിക്കളയരുത്, തിന്ന് വെറുതെ പാടിക്കളയില്. വുഡ് കോട്ട് എല്ലാവരും മിക്കവാറുള്ള വുഡ് കോട്ട് എന്നെല്ലാം എടുക്കാറുണ്ട്, എല്ലാവരും ഇതിലുള്ളവർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈസകൾ പാടിക്കളയില്. നിങ്ങൾ അവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എല്ലാം നിങ്ങൾ ആ പൈസകൾ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസകളൊക്കെ നിങ്ങൾ മേടിക്കണം. ഇത് അല്ലെങ്കിൽ ആർക്കും ഇല്ലാതെ അങ്ങ് പോകും, കമ്പനിക്കാർ ഇങ്ങനെ കൊടുക്കാന്ന് പറയും, നിങ്ങൾ ആരും വാങ്ങൂല, അങ്ങ് പോകും. അതുകൊണ്ട് നിങ്ങൾ സാധനം എവിടെ നിന്ന് എടുത്താലും ശരി, എൻ്റേത് എടുക്കരുതെന്നല്ല പറയണത്, എൻ്റെ എടുക്കുന്നതിന് എടുക്കുക. അല്ല, നിങ്ങൾ വേറെ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല, ആ സാധനം ഇതിൽ കിട്ടേണ്ടതൊന്നും നിങ്ങൾ കളയാൻ നിൽക്കരുത്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ മേടിച്ചെടുക്കുക. പിന്നെ നമ്മളാ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇപ്പോൾ ആകെ അവർ സെലക്ട് ചെയ്ത് 25 പേര് മീറ്റിങ്ങിൽ ക്ഷണിച്ചാണ്. സെലക്ട് ചെയ്തതൊക്കെ അവരാണ്. എന്നോട് കുറച്ച് പേരെ ഞാനും പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ സെലക്ട് ചെയ്തവരാണ്. ഇത്രയും പേരിലൊന്നും അല്ല, ഒരുപാട് പേരുണ്ടമാരുണ്ട്. ഇനി ഇപ്പൊ വേറെ അത് ഇവരെ നിർത്തിയോട് വിളിക്കാത്തവരുടെ കുറച്ച് പരാതി ഉണ്ടാവും. അല്ല, നമുക്കിപ്പോ മെയിൻ ആയിട്ടും 30 പേര് വെച്ച് മാത്രം നടത്താവുന്നതാണ്. ഇവിടെ നമ്മൾ നടത്തുമ്പോൾ 100ഉം 50ഉം വെച്ചാണ് നോർമലി നടത്താറ്. അപ്പൊ ഇനി ഉടനെ തന്നെ ബാക്കിയുള്ളവരെ വെച്ച് നമ്മൾ ഉടനെ നടത്തും. അപ്പൊ അവര് വിളിച്ച് നടത്തുമെന്ന് പറയുന്നുണ്ട്. ഇനി അവർ വിളിച്ച് നടത്തുമായിരിക്കും.